ഇവിടെ നാടകം സ്വയം നിന്നുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയും. വീണ്ടും നമ്മൾ മലയാള നാടകവേദി ഇപ്പോൾ വളരെ ഉഷാറായി കടന്നു വരുമ്പോൾ ചാലക്കുടിയും അതിനോടൊപ്പം തന്നെ ചാലക്കുടിയിലെ ഈ നാടകം ഇങ്ങനെ നമ്മളിത് അറിഞ്ഞപ്പോൾ തന്നെ അന്വേഷിച്ച് വന്ന ഒത്തിരി നാടക സ്നേഹികളുണ്ട്. അതുപോലെ തന്നെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അംഗങ്ങൾ. ഒരു സമയത്ത് ഇതൊരു വികാരമായിരുന്നു എല്ലാ മാസവും ഇവിടെ വന്ന് നാടകം കാണാം എന്നുള്ളത്. നമുക്ക് കുറേയൊക്കെ അംഗങ്ങളെയാണ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കുറേയൊക്കെ അംഗങ്ങൾ നമ്മളെ വിട്ടുപോയി. തീർച്ചയായിട്ടും ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ മുഴുവൻ അംഗങ്ങളെയും കണ്ടുപിടിക്കുകയും ഇതിനു മുമ്പുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഇതിലേക്ക് വീണ്ടും കൂട്ടിച്ചേർത്ത് ഈ ഫൈൻ ആർട്സ് സൊസൈറ്റി കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ പ്രതിമാസ നാടകം. എല്ലാ മാസവും ഇനി നാടകം അവതരിപ്പിക്കണമെന്നുള്ള വലിയൊരു വികാരത്തിലും വലിയൊരു സ്വപ്നത്തിലാണ് നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. ഇന്ന് നമുക്കിത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. അന്ന് ഏറ്റവും വലിയ നായകനാണെങ്കിൽ ഇന്ന് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വില്ലനെ നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. ടി ജി രവി സാർ തന്നെ പലപ്പോഴും പറയുമ്പോൾ പലപ്പോഴും ആളുകൾ സാറിനെ കണ്ടിട്ട് ഓടിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പല കുട്ടികളും സ്ത്രീകളൊന്നും അടുത്തേക്ക് വന്നിട്ടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ അവാർഡിൻ്റെ പല അവാർഡുകളും അതാണ്. അത്രയ്ക്കും ഗംഭീര അഭിനയമായിരുന്നു. അതല്ലെങ്കിൽ ഏറ്റവും ശക്തനായ വില്ലൻ നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയേക്കാണ്. പക്ഷേ നമ്മൾ ഒരു ഫോൺ കോളാണ് നമ്മളിങ്ങനെ അറിഞ്ഞൊരു ഫോൺ കോൾ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം മലയാള സിനിമയുടെ വലിയ പ്രശസ്തനാണെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരുടെ വലിയൊരു അഭിമാനവും അഹങ്കാരമൊക്കെയാണ്. അദ്ദേഹം നേരത്തെ എവിടെ വായിച്ചപ്പോൾ ഒരു പാവം ക്രൂരനല്ല, പാവം കലാകാരനാണ്. നമ്മൾ സിനിമയിൽ ഒത്തിരിയേറെ സിനിമകളിൽ വില്ലനായി അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കുറച്ച് നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു. പലരും ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന കുറേ തൊഴിലാളികളുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സിനിമയിൽ നിന്ന് വലിയ പ്രശസ്തിയും പണത്തിൽ നിന്ന് എന്നെ സ്വന്തമായിട്ട് എന്നെ വിശ്വസിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുനിന്നു വീണ്ടും മടങ്ങി വന്നു. ഒത്തിരിയേറെ സിനിമകളിൽ പിന്നെയും സ്വഭാവ നടനായിട്ടും മറ്റും വലിയ അവാർഡുകളൊക്കെ കിട്ടി അഭിനയിച്ചു. ആ രീതിയിലേക്ക് കടന്നു വന്ന നമുക്ക് ഇന്ന് നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിനാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴും അതിനുശേഷവും നാടകവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സിനിമയായിട്ട് വിട്ടുനിന്നപ്പോഴും സ്വന്തമായിട്ട് നാടകം എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നാടകവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലയുടെ തൃശ്ശൂർ ഭാഷ സംസാരിച്ചുകൊണ്ട് തിളങ്ങിയ ഒരു വില്ലൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും നമുക്കൊക്കെ വലിയ വികാരമുള്ള രവി സാറ് നമ്മൾ ഇങ്ങനെ ഫാസ്റ്റ് ഓഡിറ്റോറിയം ഇങ്ങനെ ആദ്യമേ നാടകങ്ങൾ കളിച്ചിരുന്നതാണെന്നും വീണ്ടും ഇങ്ങനെ തുടങ്ങാനാന്നൊക്കെ പറയുമ്പോൾ ഇനി എന്നെ നേരിട്ട് വന്ന് വിളിക്കേണ്ട, വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ യാതൊരുവിധ ഇത്രയ്ക്കും വലിയ നമ്മളൊക്കെ വളരെ പ്രശസ്തിയിലുള്ള നടൻ അതൊന്നും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. അത് ഫാസിലെ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് വലിയൊരു നന്ദി പറയലും കൂടിയാണ്. വലിയ നമുക്ക് അന്ന് പ്രേം നസീർ ആണെങ്കിൽ ഇന്ന് ടി ജി രവീനെ നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രതിമാസ നാടകം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുമാത്രം ഇപ്പോഴാണെങ്കിൽ പക്ഷെ ബിജെപിയെ വിളിച്ചിരുന്നേനില്ല എന്നൊരു തോന്നലിരിക്കില്ല. കാരണം സിനിമാ നടന്മാർ പൊതുവേ പണ്ട് സിനിമയിൽ കാട്ടിയിരുന്നത് മുഴുവൻ കൊള്ളതായ്മയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, സ്ത്രീകളെന്നെ കണ്ടാൽ പേടിച്ച് ഓടിപ്പോകുന്നൊരവസ്ഥകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലൊരു പക്ഷെ വിചാരിക്കുക എന്താ വെച്ചാൽ ഇയാൾ സിനിമയിലും ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണല്ലോ, ഇയാൾ വിളിച്ച് ഇനി ആൾക്കാരുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിക്കുന്നത് വിചാരിച്ചതെന്ന് തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും മലയാള സിനിമയിൽ മാത്രം ഈ കൊള്ളരായ്മ ഉള്ളൂ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴത്തെ പരിപാടി. വേറെ എവിടെയില്ലെന്നാണ്. മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള രീതിയിലുള്ള തെറ്റെന്നാണ്.
പൊതുവെ പറഞ്ഞ് മീഡിയക്കാരുണ്ടാക്കി എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ വളരെ ക്ലീനാണ്, മലയാള സിനിമ മാത്രം മഹാമോശം. ഇങ്ങനെയാണ്. സ്ത്രീയും പുരുഷനുമുള്ള സ്ഥലത്തും അധികാരമുള്ള സ്ഥലത്തും കേരളത്തിലും ഇന്ത്യയിലും ഇതൊക്കെ നടക്കുന്നതാണ്. ചെറുതായിട്ട് പറയുന്നല്ലേ, ഇതുപോലെ ഒരു ഹേമ കമ്മിറ്റി വേറെ സ്ഥലത്തുകൾ വെച്ച് നോക്കിയിട്ട് അവിടെ ഉണ്ടാവും ഈ സാധനം മുഴുവൻ. ഇത് മുഴുവൻ ഒരു സ്ഥലത്ത് വെച്ചാൽ പോരാന്നാണ്. സ്ത്രീകൾക്ക് സെക്യൂരിറ്റി എല്ലാ സ്ഥലത്തും വേണം. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെ കുറിച്ച് സംസാരിക്കുക, കേരളത്തിൽ മൊത്തം വേണമെന്ന് ഞാൻ നിങ്ങളൊക്കെ അഭിപ്രായം. ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ശക്തമായിട്ടുള്ള ചില തീരുമാനങ്ങളും, അത് സിനിമയേക്കാൾ എളുപ്പം മറ്റു പല സ്ഥലത്ത് പോവാം. ഒരു ഇൻഡസ്ട്രിയാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ ഒരു സ്ഥാപനമാണെന്ന് നോക്കിക്കോളൂ. അവിടെ മുഴുവൻ വരുന്ന സ്ത്രീകൾ, ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഒരു കണക്കുണ്ടാവുമല്ലോ. അതിന് തന്നെ ആൾക്കാരൊക്കെ അവിടെ ജോലി ചെയ്യണമെന്നുള്ള കണക്കുണ്ടാവും. സിനിമയിലോ ഇന്ത്യക്ക് പുറത്തോ ആർക്ക് വേണമെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് അഭിനയിക്കാം. അങ്ങനെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി അവരെ കൊണ്ടുനടക്കാൻ കഴിയില്ല. ആ ഒരു സംഗതി എൻ്റെ അകത്തുണ്ട്, ഇല്ലയെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് വ്യക്തികൾ നന്നാവണം, വ്യക്തികൾ നന്നായാൽ തന്നെ നടക്കുള്ളൂ. അത് ഏത് കാലത്ത് എപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുള്ള. ഏതായാലും തീരുമാനത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഒരു അന്വേഷണം നടത്താനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും നല്ല കാര്യം, നന്നായി. എന്തായാലും ഞാൻ ഒരുപക്ഷേ മിസ്റ്റർ ബിജു എന്നെ വിളിച്ചിട്ടുള്ളത് സിനിമാ നടന്നതിനേക്കാൾ ഉപരിയായിട്ട് മിസ്റ്റർ അരുൺ, അഡ്വക്കേറ്റ് അരുൺ വലിയൊരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴയ നാടകക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഒരു ടീം കൂടി ഉണ്ട് തൃശ്ശൂർ. ഫൈനാൻസ് സൊസൈറ്റി തൃശ്ശൂർ എന്നുള്ള എൻ്റെ ഫാസ്റ്റിനും കൂടെ ഉണ്ട്. ആ സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ് ഇതിനാണ് ഞാൻ. അതും കുറേ നാൾ മുന്നോട്ട് ഇപ്പോൾ രണ്ടാമത് വീണ്ടും നിന്നു പറയാൻ വയ്യ, ശക്തി കുറഞ്ഞിരിക്കുന്നത് വീണ്ടും തുടങ്ങിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ സിനിമയിൽ നാടകത്തെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ജനങ്ങളുടെ മുന്നിലേക്ക് അവരെ മനസ്സ് കൂടുതലായിട്ട് ശക്തിയായിട്ട് നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത് നാടകമാണോ സിനിമയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നാടകമാണെന്ന് ഞാൻ പറയുന്നത്. സിനിമയല്ല. സിനിമ ആസ്വദിക്കും, നന്നായി ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ വന്നു ഞാൻ കാര്യമൊക്കെ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് അതിൻ്റെ അകത്ത് മനസ്സിന് വിട്ടുപോയില്ല. പക്ഷെ നാടകം ഈ ജീവനുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ വരെയാണ് അതിനകത്ത്. അതിൻ്റെ വ്യത്യാസം നാടകത്തിനുണ്ടെന്നാണ്. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞില്ല. ഞാൻ ഈ കുറച്ച് 2-3-4 വർഷം മുമ്പേ തൃശ്ശൂർ ഈ നാടക ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആ സമയത്ത് തൃശ്ശൂരിലെ ചെറിയ നാടക ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ചെറിയ നാടകം കളിക്കും, 15 മിനിറ്റ് 20 മിനിറ്റ്. അങ്ങനെ വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന നാടക സമിതികൾ നാടകം കളിക്കുന്നതിന് മുമ്പ് ഇവരെയൊന്ന് നാടകം കാണാൻ വേണ്ടി റെഡിയാക്കി ഇരുത്താൻ വേണ്ടി മാത്രമാണത്. അതിനൊരു Chairman of Chalakudi Municipality. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം നാടകം ആസ്വദിക്കണമെന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി വന്ന് ഏതാനും മണിക്കൂറുകളായി കാത്തിരിക്കുന്ന പ്രിയ കലാകാരന്മാരും കലാസ്നേഹികളുമൊക്കെയാണ് എൻ്റെ മുൻപിലിരിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇനി ദീർഘമായ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ചാലക്കുടി നാടകങ്ങളെ താലോലിച്ച നാടക കലാകാരന്മാരെ വളർത്തിയ നല്ല കലാമൂല്യമുള്ള കലാസ്നേഹമുള്ള ഒരു നാടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ കലാകാരന്മാർ, ഞാനും ബഹുമാനപ്പെട്ട ബിജു, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകൻ വി എൽ ജോൺസണൊക്കെ പറഞ്ഞതുപോലെ
വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ വന്ന് നാടകം കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കലയിലും പോയി നാടകം കാണാനുള്ള നിരവധി അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാടകം ആസ്വദിക്കാനുള്ള പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നാടകത്തിനിടയ്ക്ക് തമാശ സീനുണ്ടാകുന്നത് കാണാനും ആസ്വദിക്കാനും വേണ്ടി വന്നിരുന്നിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. ആണെങ്കിൽ ഞാൻ ഒരു ഡാൻസറാണ്. ഭരതനാട്യത്തിൽ PG ആണുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും PG ഉണ്ട്. പക്ഷേ ഇപ്പോഴും പഠിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടമുള്ളത് നാടകമാണ്. എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചാൽ കൊള്ളാമെന്ന് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൻ്റെ PG കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഒരു PG ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും നിൽക്കുവാണ്. ഏതെങ്കിലും ഒരു NSDയിൽ പോയിട്ട് നാടകം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റായിട്ട് ഇതിനെ കാണുന്നു. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സദസ്സിൽ പങ്കുചേരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അവർ പറയുന്നത് ഒരു വലിയ വിപ്ലവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതിയാണ് ആനവാരി